ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നുള്ള റെക്കോർഡ് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. അത് സാധിക്കുകയും ചെയ്തു. സന്തോഷമായി. ആ, നല്ല ടൈമാണ്. ആ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഹീറ്റ്സിൽ നല്ല കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു, ഫൈനലിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സാറിന്. എന്താണ് അവസാനം ഒരു ഫോട്ടോ ഫിനിഷ് പോലെയാണ് വന്നത്. അപ്പോൾ ലാസ്റ്റിലത്തെ ഒരു പുഷ് എങ്ങനെയായിരുന്നു? ലാസ്റ്റ് എനിക്ക് തോന്നി എൻ്റെ ബാക്കി വരുന്ന ആളെന്നെ അടിക്കാറായിരുന്നു. അപ്പം ഞാൻ സ്പീഡ് എടുത്ത് എൻ്റെ ഉള്ള സ്പീഡ് എടുത്ത് ഞാൻ ഓടി. നല്ല സ്റ്റാർട്ട് കിട്ടിയല്ലേ? ആ, നല്ല സ്റ്റാർട്ട് കിട്ടി. റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നു? വലുതായിട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു, എന്നാലും ഒന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അത് ചെയ്തു. സന്തോഷത്തിലാണ് കോച്ച് പരിശീലകൻ റിയാസ്. ജില്ല റവന്യൂവിലേന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത പ്രകടനമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ മുതൽ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വലിയൊരു ഡ്രീമായിരുന്നു. വലിയ സന്തോഷം. ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നുള്ള കണ്ടോട്ടെ. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞാൻ മനസ്സിൽ കരുതിയത് 12.69 തന്നെയാണ്. 69 ഓടും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. കാരണം നമ്മൾ അതിൽ താഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 38 വർഷം മുമ്പ് ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ, അന്ന് ഹാൻഡ് ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. എല്ലാ പ്രാവശ്യവും ഒരു 13 സംതിങ് ആണ് ഇവിടെ ഗോൾഡ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷം വർക്ക് ചെയ്തത് മുഴുവൻ നമ്മൾ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അത് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം. അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. കാരണം അവർക്കുള്ള ആ സ്ട്രഗിൾസ് എല്ലാം അവർ ഓവർകം ചെയ്യുന്നത് ഇത്തരം ടാലൻസിലൂടെയാണ്. നമുക്ക് അതിൽ കൂടുതലൊരു സന്തോഷം ഒന്നും പറയാനില്ല. വലിയ സന്തോഷമാണ്. പരിശീലനം നമ്മൾ എല്ലാ ദിവസവും പരിശീലനമുണ്ട്. രാവിലെയും വൈകിട്ടും. രാവിലെ 7 മണിക്ക് തുടങ്ങി ഒരു 9 മണി വരെ പരിശീലനം പോകും. വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെയൊക്കെ പരിശീലനം പോകും. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോഴും ഒരുപാട് പേര് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ഞാൻ അവർക്ക് ഈ പ്രാവശ്യം കൊടുത്ത വാക്കാണ്, റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട് വെക്കുന്നതിന് എല്ലാ സഹായവും നമ്മൾ ആരെ കൊണ്ടെങ്കിലും നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ കാൽവരി മൗണ്ടിൽ CHS കാൽവരി ദേവപ്രിയ ഷൈബു ഇടുക്കിയിൽ നിന്ന് വരുന്നു. റെക്കോർഡ് 38 വർഷം മുൻപുള്ള റെക്കോർഡ് മറികടന്ന് ഒരു അത്ഭുത പ്രകടനം എന്നൊക്കെ നമുക്ക് പറയാം. 1987 സിന്ധു മാത്യു നേടിയ റെക്കോർഡ് GVHSS കണ്ണൂർ 12.7 ആയിരുന്നു. 1 മൈക്രോ സെക്കൻഡിന് അതിങ്ങ് എടുത്തിരിക്കുന്നു. 38 വർഷത്തിന് നമുക്ക് വലിയ അഭിമാനം തോന്നുന്നു. കാരണം ആ കുട്ടിക്ക് വീടില്ല, വലിയ പ്രയാസത്തിലൂടെ വന്നാണ്. ആ അധ്യാപകൻ്റെ ഉള്ളുലഞ്ഞുള്ള സങ്കടം അത് നമ്മൾ കാണാതെ പോകരുത്. ഓരോ ഗുരുശിഷ്യ ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ വളരെ വൈകാരികമായ നിമിഷങ്ങൾ കൂടി നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. വളരെ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തീർച്ചയായും. അതായത് ഈ വിജയിച്ചു വരുന്ന താരങ്ങൾക്ക് പിന്നിലൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന പരിശീലകരുണ്ട്. ഇപ്പോൾ മനോജ് സാറിനെ പോലെ, സൃജിൻ സാറിനെ പോലെയോ അല്ലെങ്കിൽ മധു സാറിനെ പോലെയൊക്കെ അങ്ങനെ ഒരുപാട് അധ്യാപകരുടെ ഒരു കഠിനാധ്വാനം ഇതിന് പുറകിലുണ്ട് എന്നാണ്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുട്ടികൾ വിജയിച്ച് കയറി വരണം. റെക്കോർഡോടെ വിജയിച്ച് കയറി വരുമ്പോൾ അവർക്ക് ഇരട്ടി മധുരമാണ്. കുട്ടികൾക്ക് അവരുടെ ഗുരുക്കന്മാർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്.